നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. തൃശൂർ ചെറുതുരുത്തിയിൽ പടക്ക നിർമ്മാണശാലയിൽ അനധികൃതമായി സൂക്ഷിച്ച 1000 കിലോ വെടിമരുന്നും പടക്കങ്ങളും പോലീസ് പിടിച്ചെടുത്തു. 5 പേർ അറസ്റ്റിലായി. നിർമ്മാണശാലയുടെ നടത്തിപ്പുകാരൻ സുരേന്ദ്രൻ ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ സിസേറിയന് വിധേയായ പട്ടികജാതിക്കാരിയ യുവതിക്ക് സ്വകാര്യ ആശുപത്രിയിൽ വീണ്ടും ശസ്ത്രക്രിയ നടത്തേണ്ടി വന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഡോക്ടർക്കെതിരെ പോലീസ് കേസെടുത്തു. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സീമ ഗംഗാധരനെതിരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തത്. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ ചുമതലയേറ്റു. കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്നത്. 4ാമത്തെ മേജർ ആർച്ച് ബിഷപ്പാണ് മാർ റാഫേൽ തട്ടിൽ. തൃശൂർ രൂപതയുടെ സഹായ മെത്രാനായിരുന്നു മാർ റാഫേൽ തട്ടിൽ. പഴയന്നൂരിൽ ബസ് യാത്രക്കാരുടെ ബാഗിൽ നിന്നും പേഴ്സ് കവർന്നു. ബസ്സിൽ നിന്നും പുറത്തിറങ്ങുന്ന യാത്രക്കാരുടെ ബാഗിൽ നിന്നും പേഴ്സ് കവരുന്ന ദൃശ്യങ്ങൾ ബസ്സിലെ ക്യാമറയിൽ നിന്നും ലഭിച്ചു. ഇന്ന് രാവിലെ ആലത്തൂർ പഴയന്നൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിലാണ് സംഭവം നടന്നത്. തൃശൂർ ലാലൂർ അരണാട്ടുകര എൽത്തുരുത്ത് മേഖലകളിലെ 90 ഏക്കറോളം വരുന്ന മണിനാടൻ കോൾപ്പറമ്പിൽ ജലസേചനം പ്രതിസന്ധിയിൽ. 2 ദിവസമായി കോൾച്ചാലിലും മോട്ടോർ ഷെഡിനടുത്തും വെള്ളം കറുത്ത നിറത്തിലാണ്. ഇത് കൃഷിക്ക് പമ്പ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് മാത്രമല്ല, സമീപത്തെ വീടുകളിലെ കുടിവെള്ള സ്രോതസ്സും ഭീഷണിയിലാണ്. ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ 3 പേർ പിടിയിലായി. കാടുകുറ്റി അന്നനാട് സ്വദേശി ചെട്ടിത്തോടൻ വീട്ടിൽ സാവിൻ പൗലോസിനെ മർദ്ദിച്ച് 60,000 രൂപ തട്ടിയെടുത്ത കേസിലാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. പാലിയേക്കര ടോൾ പ്ലാസയിൽ സംഘർഷം. കുടുംബവുമായി സഞ്ചരിച്ച കാർ യാത്രക്കാരനെ ടോൾ ജീവനക്കാർ സംഘം ചേർന്ന് മർദ്ദിച്ചു. വോക്കി ടോക്കി കൊണ്ട് തലയ്ക്കടിയേറ്റ് പരിക്കേറ്റ കാർ യാത്രക്കാരനായ ചുവന്നുമണ്ണ് സ്വദേശി കാലായിൽ വീട്ടിൽ ഷിജു തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. മോതിരക്കണ്ണി പീലാർമൊഴിയിൽ കാട്ടാൻ ആക്രമണം രൂക്ഷം. കഴിഞ്ഞ ദിവസവും പീലാർമൊഴിയിൽ കാട്ടാനക്കൂട്ടം കാർഷിക മേഖലയിൽ ആക്രമണം നടത്തി. തെങ്ങ്, റബ്ബർ, മറ്റു മരങ്ങളും അതിർത്തി വേലികളും കാർഷികാവശ്യത്തിനുള്ള കെട്ടിടവും അനുബന്ധ ഉപകരണങ്ങളും നശിപ്പിച്ചു. അതിരൂക്ഷമായ വന്യമൃഗശല്യം കൊണ്ട് പീലാർമൊഴി ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഓടക്കുഴൽ അവാർഡിന് കവി PN ഗോപികൃഷ്ണൻ അർഹനായി. അദ്ദേഹത്തിന്റെ മാംസഭോജി എന്ന കവിതയ്ക്കാണ് പുരസ്കാരം. മഹാകവി ജിയുടെ ചരമവാർഷിക ദിനമായ ഫെബ്രുവരി 2-ന് പുരസ്കാരം സമ്മാനിക്കും. എറണാകുളം സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ ജി ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് അധ്യക്ഷ ഡോക്ടർ M ലീലാവതിയാണ് അവാർഡ് സമ്മാനിക്കുക. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം ചേരാതെ കോടശ്ശേരി പഞ്ചായത്തിൽ വികസന സെമിനാർ ചേരാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധം. കോടശ്ശേരി പഞ്ചായത്ത് പ്രതിപക്ഷമാണ് ഭരണപക്ഷ തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നത്. പ്രതിപക്ഷാംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സോടെ സമാപിക്കുന്നു. നമസ്കാരം.